നമസ്കാരം. സുധാകരനെ മാറ്റാൻ ആലോചന മാറ്റിയേക്കും. അഭിപ്രായ ഭിന്നതയിൽ സുധാകരനുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വി.ഡി. സതീശന് പറ്റുന്നില്ല. ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നു, ഉടൻ മാറ്റാനുള്ള ചർച്ചകൾ തുടങ്ങി. ഇങ്ങനെ കുറേ വാർത്തകൾ കുറച്ച് നാളായി പത്രങ്ങളിലും ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ സജീവമായി നിൽക്കുന്നുണ്ട്. കെ സുധാകരനെ മാറ്റാനുള്ള എന്തോ ഒരു താല്പര്യത്തിൽ ഒരു വലിയ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സുധാകരൻ എൻ്റെ സാന്നിധ്യം KPCCക്ക് ഗുണമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതിൻ്റെ ആഭ്യന്തര കാര്യം എന്നുള്ള നിലയിൽ ചർച്ചയ്ക്ക് വെക്കേണ്ടതുമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സുധാകരൻ എതിരാളികളുടെ സമ്പൂർണമായ PR പ്രവർത്തനത്തിന്, PR അറ്റാക്കിന് കീഴടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ പത്രങ്ങൾ, അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, കോൺഗ്രസിനകത്തെ PR യുദ്ധങ്ങൾ എല്ലാം വ്യക്തമാക്കുന്ന ഒരു ആത്യന്തിക ഫലത്തിലേക്ക് സുധാകരൻ നടന്നെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, KPCC പ്രസിഡന്റ് ആകുന്നതിന് തൊട്ടു മുമ്പ് സുധാകരൻ ബ്രിഗേഡ് എന്നൊരു വലിയ സംഘം, വലിയ സജീവമായ പ്രവർത്തന പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കാര്യം നമുക്കറിയാം. സുധാകരൻ KPCC പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയായി മറ്റ് പലരെയും അറ്റാക്ക് ചെയ്യുന്ന സാമൂഹ്യ മാധ്യമ പ്രവർത്തനം നമുക്കറിയാം. പാർട്ടിക്കകത്ത് തന്നെ സുധാകരൻ ബ്രിഗേഡിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തിരുന്നു. ഇന്ന് മറ്റൊരു തരത്തിൽ അത് തിരിച്ചടിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കെ സുധാകരൻ എതിരാളികളുടെ കടുത്ത PR അറ്റാക്കിന് കീഴടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഞാൻ ഒന്നിനും തയ്യാറില്ല, ഫൈറ്റ് ചെയ്യാൻ തയ്യാറില്ല, മാറണമെങ്കിൽ മാറാം എന്ന് സമ്പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കിയ സാഹചര്യമാണ് അതിൽ ഒന്നാമതായും രണ്ടാമതായും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ് കോൺഗ്രസിലെ സാഹചര്യം എന്ന് വ്യക്തമാക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ. കെ സുധാകരനെതിരെ വലിയ തോതിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വി.ഡി. സതീശൻ ക്യാമ്പ് സുധാകരനെതിരെ പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും ക്യാമ്പിൻ്റെയും മനസ്സിലിരിപ്പ് എന്നുള്ള വാർത്ത വ്യാപകമായി വരുന്നു. AICCയുടെ മേൽനോട്ടം നടത്തുന്ന ദീപദാസ് മുൻഷി ഇവിടെ വന്ന് എന്താണ് ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ് എന്ന് അന്വേഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ KC വേണുഗോപാൽ തന്നെ ഏറ്റവും ഒടുവിൽ മലയോര ജാഥ ഉദ്ഘാടനം ചെയ്യാനും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലും ഒക്കെ നിരീക്ഷിക്കാനും ഒക്കെ ഹൈക്കമാൻഡിൻ്റെ ആളുകളും ഒക്കെ എത്തുന്ന സമയത്ത് ഈ മാറ്റത്തെക്കുറിച്ച് ആലോചനയിലേക്ക് കടന്നേക്കും എന്നുള്ള നിഗമനങ്ങൾ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിലാണ് പത്രങ്ങളിലെ വാർത്ത. ഒപ്പം വി.ഡി. സതീശൻ പാർട്ടിക്കകത്ത് വലിയ തോതിൽ സുനിൽ കനകോലുവിൻ്റെ പിന്തുണയോടുകൂടി കനത്ത PR പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനെ പ്രതിരോധിക്കാൻ കെ സുധാകരനോ അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനോ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള വിധം മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല പ്രവർത്തന പദ്ധതിയുമായി രംഗത്തിറങ്ങി എന്നുള്ളത് മറ്റൊരു കാര്യം മുന്നിൽ ഉണ്ട് താനും. അങ്ങനെ സമ്പൂർണ്ണമായി PR യുദ്ധങ്ങളുടെ ഒരു കാലമായി കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കനകോലുവിൻ്റെ വരവ് അത് സതീശൻ പല രീതിയിൽ പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും അതിനെതിരായ നിലപാടുമായി, അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പ്ലാൻ 63 എന്ന് ഓമന പേരിട്ട് PR പദ്ധതിയുടെ ഭാഗമായി ആദ്യത്തെ ചുവട് സുനിൽ കനകോലുവിൻ്റെ നേതൃത്വത്തിൽ സതീശന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആത്യന്തികമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ 63 സീറ്റുകളിലേക്കുള്ള പദ്ധതി സതീശൻ്റെ പദ്ധതി എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കപ്പെട്ടു. അത് സമർത്ഥമായി AP അനിൽകുമാറിനെ മുൻനിർത്തി രമേശ് ചെന്നിത്തല പ്രതിരോധിച്ചു. പക്ഷേ ഭാവിയിലും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സതീശൻ്റെ നീക്കം. ഹൈക്കമാൻഡ് അതിന് പിന്തുണയും നൽകുന്നു. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഈ PRൻ്റെ തുടർച്ചയായി വന്ന ചില കാര്യങ്ങളുണ്ട്. അത് സുധാകരനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സുധാകരന് എതിരായ വാർത്തകൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് സുധാകരൻ കരുതുന്നു. ആ സാഹചര്യത്തിൽ ഇന്നും സുധാകരനെ മാറ്റാൻ സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞതിൻ്റെ വാർത്ത പത്രങ്ങളിലുണ്ട്. മാതൃഭൂമി ഗൗരവത്തിൽ ഈ വാർത്ത നൽകുന്നു, മനോരമ നൽകുന്നു, നിരവധി പത്രങ്ങൾ ഈ വാർത്ത സുധാകരനെ മാറ്റാൻ ചാൻസ് ഉണ്ട് എന്നുള്ള വാർത്ത വ്യാപകമായി നൽകുന്നു. ഇതെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് കെ സുധാകരൻ കരുതുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ചില വാർത്തകളിലൂടെ നമുക്ക് കടന്നു പോകാം. മാതൃഭൂമി കെ സുധാകരനെ മാറ്റിയേക്കും എന്നൊരു വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നുണ്ട്. പകരം പേരുകൾക്ക് പാനൽ എന്നാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളുടെയൊക്കെ ഒരു സമ്മപ്പാണ് ഈ വാർത്ത. അഭിപ്രായ ഭിന്നത രൂക്ഷമായ കോൺഗ്രസിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ സാധ്യത. സാഹചര്യം വിലയിരുത്തിയും മുതിർന്ന നേതാക്കളുമായി നടത്തുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിലും KPCC പുനഃസംഘടിപ്പിക്കാനുള്ള ശുപാർശ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകും എന്നാണ് സൂചന. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഒച്ചപ്പാടിനില്ലാതെ സ്ഥാനമൊഴിയുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയതും ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് സൂചന. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള അകൽച്ച സംഘടനാ സംവിധാനത്തെ നിശ്ചലമാക്കും എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. പ്രധാന വിഷയങ്ങളിൽ പോലും കൂട്ടായ ചർച്ചകളിലൂടെ പൊതു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റിനെ മാറ്റണോ എന്നതിൽ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയത്. ഇതിനിടെയാണ് സംഘടനാപരമായ കാര്യങ്ങളിൽ സതീശൻ മുൻകൈയെടുക്കുന്നു എന്ന പരാതി ഉയർന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻകൂർ തയ്യാറെടുപ്പ് നടത്തിയാൽ ജയിക്കാവുന്ന മണ്ഡലങ്ങൾ സംബന്ധിച്ച ക്രമീകരണമായിരുന്നു പരാതിക്കടിസ്ഥാനം. സതുദ്ദേശപരമായി ചെയ്ത കാര്യങ്ങൾ സംശയത്തോടെ കണ്ടതിൽ സതീശനും പരിഭവമുണ്ട്. തുടർന്നാണ് സംയുക്ത പത്രസമ്മേളനം ഉപേക്ഷിച്ചത്. അതേസമയം KPCC പ്രസിഡന്റിന്റെ മാറ്റം, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ക്രമീകരണം എന്നിവ സംബന്ധിച്ച് പാർട്ടി തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി. സതീശൻ സതുദ്ദേശപരമായി എടുത്ത തീരുമാനം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. അതേസമയം ഈ പ്ലാൻ 63 എന്നുള്ളത് പാർട്ടിയിൽ ആധിപത്യം നേടുന്നതിന് വേണ്ടി ഭാവിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേധാവിത്വം കിട്ടിക്കഴിഞ്ഞാൽ, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകുന്നതിനോ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം നേടുന്നതിനോ ഉള്ള വഴിയായിട്ടാണ് സതീശൻ ഇതിനെ കാണുന്നത് എന്നാണ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ അതിനെ സമീപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്ലാൻ 63 എന്ന പേരിട്ട് വിളിക്കുന്ന 63 സീറ്റുകളുടെ പട്ടികയ്ക്കെതിരെ AP അനിൽകുമാർ രംഗത്ത് വന്നതും അങ്ങനെ ഒരു സാഹചര്യം ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന ഒരു പരിപാടി പാർട്ടിയിൽ വേണ്ട എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതും പലരും പിന്തുണച്ചതും. ഈ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റുമായുള്ള അഭിപ്രായ വ്യത്യാസം, അദ്ദേഹത്തെ മാറ്റാൻ സതീശൻ ഒരുങ്ങുന്നു എന്നതടക്കമുള്ള വാർത്തകളുടെ തുടർച്ചയായി സതീശൻ ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം മനോരമ പത്രത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. മലയോര യാത്രയുടെ മുന്നോടിയായി മനോരമ നൽകിയ ഒരു സതീശനുമായുള്ള അഭിമുഖ സംഭാഷണത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രയിൽ KPCC പ്രസിഡന്റിന് സജീവ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സതീശൻ ഇങ്ങനെയാണ് ഉത്തരം പറയുന്നത്. തീർച്ചയായും KPCC പ്രസിഡന്റാണ് ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷൻ. യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടത്തിലും അദ്ദേഹവുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. യാത്ര വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. ഒരു ദിവസം 3-4 പ്രാവശ്യം ആശയവിനിമയം നടത്തുന്നവരാണ് ഞങ്ങൾ. പല വാർത്തകളും വായിച്ചാൽ ഞാനും അദ്ദേഹവും തമ്മിൽ മിണ്ടില്ല എന്നാണ് തോന്നുക. ഞങ്ങൾ പിണങ്ങാറില്ല, തർക്കിക്കാറുമില്ല. ഞാൻ അദ്ദേഹത്തെ മാറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് വാർത്തകൾ കണ്ടു. അദ്ദേഹത്തെ മാറ്റണമെന്ന് ഞാൻ ആരോടും ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത്. ഇത് സതീശൻ്റെ ഈ ആശങ്ക, സുധാകരനെതിരെ നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തകളുടെ തുടർച്ചയായുള്ള ആശങ്കയാണ് ഇതിൽ നിന്നും ദൂരീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. എന്തായാലും പാർട്ടിക്കകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ വാർത്തകൾ വരുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം ആലോചിച്ച് നോക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന മറ്റൊരു ഉത്തരത്തിലേക്ക് എത്തുക. പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി സുനിൽ കനകോലുവിനെ മുൻനിർത്തിക്കൊണ്ട് VD സതീശൻ പുതിയൊരു നീക്കം ആരംഭിച്ചു എന്നുള്ളിടത്താണ് പ്രധാന കാര്യം. PR യുദ്ധം പാർട്ടിയിൽ ആഭ്യന്തരമായി ആരംഭിച്ചു. അതിനെ പ്രതിരോധിക്കാൻ രമേശ് ചെന്നിത്തല മറ്റൊരു തരത്തിലുള്ള തിരിച്ച് ആക്രമണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഭരണത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള ആലോചനകൾ ഹൈക്കമാൻഡ് നടത്തുന്നു. അതിന് VD സതീശൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാവുന്ന വിധത്തിൽ, അസ്വാരസ്യങ്ങളില്ലാതെ നയിക്കാവുന്ന വിധത്തിലുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് AICCയുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി സുധാകരനെ മാറ്റും എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. അതേസമയം PR എക്സസൈസിൻ്റെ ഭാഗമായി മറ്റു പല വാർത്തകളും പാർട്ടിയിൽ പല അസ്വാരസ്യങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തല NSSുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കങ്ങൾ അദ്ദേഹത്തിന് വലിയ തോതിൽ അവിടെ ഒരു യോഗത്തിൽ വിളിച്ച് സ്വീകാര്യത ഉണ്ടാക്കിയ ഘട്ടത്തിൽ VD സതീശനെ മാരാമൺ കൺവെൻഷന് വിളിച്ചു എന്ന് പറഞ്ഞ് VD സതീശൻ ക്യാമ്പ് വലിയ പ്രചരണത്തിൽ ഏർപ്പെട്ടു. പത്രങ്ങൾ അസാധാരണമായ ചരിത്ര സംഭവമായി അത് വാർത്തയാക്കി മാറ്റി. രമേശ് ചെന്നിത്തലയുടെ NSSുമായുള്ള വീണ്ടുമുള്ള യോജിപ്പിൻ്റെ പ്രഭ കെടുത്താനുള്ള ഒരു പരിപാടിയായിരുന്നു മാരാമൺ കൺവെൻഷനിൽ സതീശനെ ക്ഷണിച്ചു എന്നുള്ള വാർത്തയും അതിൻ്റെ തുടർച്ചയായി വന്ന വിശകലനങ്ങളും എന്നാണ് ചെന്നിത്തല ക്യാമ്പ് കരുതുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മാരാമൺ കൺവെൻഷനിൽ സതീശനെ വിളിച്ചിട്ടില്ല എന്ന് സംഘാടകർ തന്നെ വ്യക്തമാക്കുന്നു. അത്തരം ആലോചനകൾ, പല കാര്യങ്ങളിലും നടക്കുന്ന ആലോചനകളുടെ ഭാഗമായി അത് വന്നതാണ്, അല്ലാതെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല
എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇതിൻ്റെ പിന്നിൽ സതീശനെ വിളിക്കാൻ ആലോചിക്കുകയും ആ ആലോചന മുടക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയം കാരണമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇരുന്നത്. ഇതും ഒരു പരാജയപ്പെട്ട PR എക്സസൈസിൻ്റെ ഭാഗമായി വന്നതാണ് എന്നുള്ളതാണ് നമുക്ക് വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക. അതായത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാണാൻ പോകുന്നത് കടുത്ത PR യുദ്ധങ്ങളാണ് കാണാൻ പോകുന്നത്. അതത് നേതാക്കളുടെ ഭാഗമായി നിൽക്കുന്നവരും അവർക്ക് ഇല്ലാതാക്കാൻ അവർ ലക്ഷ്യമിടുന്ന ആളുകൾക്കെതിരായതും ഇനി തിരിച്ചാക്രമണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതും ഒക്കെയായ PR യുദ്ധങ്ങളുടെ ഒരു കാലമാണ് ഇനി നടക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. ഈ സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്ന് കോൺഗ്രസിൽ ആഭ്യന്തരമായി നടക്കുന്ന കാര്യം. സാധാരണ നമ്മൾ PR പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ കാണാറുള്ളത് ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തെയോ ഒരു നേതാക്കൾ അടങ്ങുന്ന പാർട്ടിയെയോ ഒക്കെ പുകഴ്ത്തുകയും അവരെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പബ്ലിസിറ്റി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് അതിനപ്പുറത്ത് ആഭ്യന്തരമായി ഓരോരോ നേതാക്കൾ അവരവരുടെ നിലപാടും അവരവരുടെ മുന്നോട്ട് പോക്കും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും അതിനനുസരിച്ചിട്ടുള്ള പബ്ലിസിറ്റിയുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിലെ ഈ ഒരു സമീപനം ലേശം വ്യത്യസ്തമാണ്. അതിൻ്റെ അനുരണനം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആത്യന്തികമായി ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ പോകുമ്പോൾ പാർട്ടിയിലെ ഒരുമ പ്രധാനമാണ് എന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. അതിനനുസരിച്ചിട്ടുള്ള എന്ത് PR നടത്തുന്നതിലും കുഴപ്പമില്ല എന്നാണ് അവരുടെ അഭിപ്രായം. എന്തായാലും സുനിൽ കനകോലു ഹൈക്കമാൻഡിൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണ എന്തായാലും VD സതീശൻ്റെ കൂടെയാണ്. VD സതീശനാണ് അദ്ദേഹത്തെ ആശ്രയിക്കുന്നത്. ആ അർത്ഥത്തിൽ പാർട്ടിയിൽ ആത്യന്തികമായ വിജയം ചിലപ്പോൾ സതീശന് തന്നെ സാധ്യമായേക്കും. എന്നാൽ രമേശ് ചെന്നിത്തലയെ സുധാകരൻ പിന്മാറും എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടി പിന്മാറുമെന്ന്. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാവുന്ന ആളല്ല. അതുകൊണ്ട് സതീശൻ്റെ സുനിൽ കനകോലു കണക്ഷൻ്റെ തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട PRൻ്റെ തുടർച്ചയായി സതീശന് എങ്ങനെയാണ് ചെന്നിത്തലയെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഇപ്പോഴും ബാക്കിയാകുന്ന കാര്യമാണ്. ഇനി മലയോര ജാഥ ആരംഭിക്കുകയാണ്. മലയോര ജാഥ ആരംഭിക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇല്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ്. വന നിയമ ഭേദഗതി പിൻവലിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രധാന മുദ്രാവാക്യം ഇല്ലാതായതിൻ്റെ തുടർച്ചയായി മറ്റ് ചില മുദ്രാവാക്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് ജാഥ മുന്നോട്ട് പോകുന്നുണ്ട്. നാടുനീളെ പോസ്റ്ററുകളുടെ ബഹളം നമുക്ക് കാണാം. അതും മറ്റൊരു PR എക്സസൈസായി മാറ്റുകയാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറ്റൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ബാക്കി കിടക്കുന്നതിനും മുന്നോടിയായി വളരെ നേരത്തെ ജാഗ്രതയോടുകൂടി VD സതീശൻ രംഗത്തിറങ്ങുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതിനുശേഷം ബാക്കി ക്യാമ്പുകളിൽ നിന്നും ഉയരുന്ന ശബ്ദങ്ങൾ എങ്ങനെയായിരിക്കും, പ്രതിരോധങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. നന്ദി, നമസ്കാരം.